നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ആറ്റത്ര റോഡിൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് മുന്നിലെ ഓവുപാലം പുനർനിർമ്മാണത്തിന് ശേഷം തുറന്നുകൊടുത്തെങ്കിലും യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. നിർമ്മാണം പൂർത്തിയായ ഭാഗത്ത് മെറ്റൽ വൻതോതിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നതാണ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നത്. ഓവുപാലത്തിന്റെ നിർമ്മാണത്തിനായി ഏറെ നാളായി ഈ വഴി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുത്തിയിരുന്നു. നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ ആശ്വാസമാകുമെന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ സാധിക്കുന്നില്ല. നിലവിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമാണ് ഇതുവഴി സഞ്ചരിക്കാനാകുന്നത്. സ്വകാര്യ ബസ്സുകളുടെ അടിഭാഗവും ഫുട്ബോർഡും കുന്നുകൂടിയ മെറ്റലിൽ തട്ടുന്നതിനാൽ ബസ്സുകൾ ഇപ്പോഴും പഴയതുപോലെ കാഞ്ഞിരക്കോട് വഴിയാണ് സർവീസ് നടത്തുന്നത്. ഇതുമൂലം ദിനംപ്രതി നൂറുകണക്കിന് യാത്രക്കാരാണ് വലയുന്നത്. ഓണം വിപണിയും ഉത്സവകാലവും അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഈ പ്രധാന റോഡിലൂടെയുള്ള ബസ് സർവീസ് പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗേൾസ് സ്കൂളിന് മുന്നിലെ യാത്രാ തടസ്സം പൂർണ്ണമായി പരിഹരിച്ചാൽ മാത്രമേ ഈ വഴി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് സാധാരണ പോലെ യാത്രക്കാരെ ലഭിക്കുകയുള്ളൂ. ബന്ധപ്പെട്ട നഗരസഭാ അധികൃതരും PWD വകുപ്പും ഉടനടി ഇടപെട്ട് മെറ്റൽ നിരത്തി റോഡ് ഗതാഗതയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ശക്തമായ ആവശ്യം.